we are going to prove the first Silo theorem, Silo's first theorem. Okay, the statement നോക്കാം. Let G be a finite group and let P be a prime, and if P raised to K divides the order of G, then G has at least one subgroup of order P raised to K. ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ഓർഡർ ഓഫ് ജീനെ എന്താണ് സം പി റേസ് ടു കെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു പ്രൈമിൻ്റെ പവർ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ആ ഓർഡർ ഉള്ളൊരു സബ് ഗ്രൂപ്പ് എന്തായാലും ആ ഗ്രൂപ്പിനുണ്ടായിരിക്കും എന്നാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾക്ക് ഓക്കെ ഇവിടെ പി റേസ് ടു കെ ഡിവൈഡ്സ് ഓർഡർ ഓഫ് ജി ആണെങ്കിൽ ആ ഓർഡർ ഓഫ് ജി ഏത് ഫോമിലായിരിക്കും ഉണ്ടായിരിക്കുക, പി റേസ് ടു കെ ഇൻറ്റു സം നമ്പർ എം, ഈ ഫോമിലായിരിക്കും അല്ല ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഫോമിലുള്ളൊരു ഈ ഫോമിൽ ഓർഡർ വരുന്നൊരു ഗ്രൂപ്പ് ജി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എന്താണ് പി റേസ് ടു കെ ഓർഡർ വരുന്നൊരു സബ് ഗ്രൂപ്പ് എന്തായാലും ജിക്ക് ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എന്താണ് ഒരു ഗ്രൂപ്പ് കൺസിഡർ ചെയ്യുന്നു ജി. സപ്പോസ് ദ ഓർഡർ ഓഫ് ജി ഈസ് ഈക്വൽ ടു 27. അപ്പോൾ ഇതെന്താണ് 3 ക്യൂബാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് 3 ക്യൂബുള്ള ഗ്രൂപ്പ് അത് തന്നെ എടുത്താൽ മതി. അപ്പോൾ ഇവിടെ നോക്കുക 3 ഡിവൈഡ് ചെയ്യുന്നുണ്ട് ജീനെ, അപ്പോൾ 3 ഓർഡറുള്ളൊരു സബ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. 3 സ്ക്വയർ ഈ ഗ്രൂപ്പിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെ ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ 3 സ്ക്വയർ ഓർഡറുള്ളൊരു സബ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഇനി അടുത്തത് 6 എടുത്ത് നോക്കിക്കേ. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം 2ഉം 3ഉം ആണ് പ്രൈംസ്, ഇത് മാത്രമേ ഡിവൈഡ് ചെയ്യുന്നുള്ളൂ, വേറെ പവേഴ്സ് ഒന്നും ഡിവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ 2ഉം 3 ഓർഡറുള്ള സബ് ഗ്രൂപ്പ് 6-നുണ്ട്. 12 എടുത്ത് നോക്കിയേ. 12 എന്ന് പറയുന്നത് 2 സ്ക്വയർ ഇൻറ്റു 3 ആണ്. അപ്പോൾ ഇതിനെ 2 ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് 2 ഓർഡറുള്ളൊരു സബ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. 2 സ്ക്വയർ ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് 2 സ്ക്വയർ ഓർഡറുള്ളൊരു സബ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. 3 ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് 3 ഓർഡറുള്ളൊരു സബ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഇനി അടുത്തത് 48 എടുത്ത് നോക്കിക്കേ. 48 എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾക്ക് 48 8 ഇൻറ്റു 6, അപ്പോൾ 6 8 ഇൻറ്റു 6, അപ്പോൾ നമ്മൾക്ക് 16 ഇൻറ്റു 3 എന്ന് എഴുതാം. 16 ആകുമ്പോൾ 2 റേസ് ടു 4 ഇൻറ്റു 3 എന്ന് എഴുതാം. അപ്പോൾ നോക്കിക്കേ 2 ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് 2 ഓർഡറുള്ളൊരു സബ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. 2 സ്ക്വയർ ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് 2 സ്ക്വയർ ഓർഡറുള്ളൊരു സബ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. 2 ക്യൂബ് ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് 2 ക്യൂബ് ഓർഡറുള്ള സബ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. 2 റേസ് ടു 4 ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് 2 റേസ് ടു 4 ഓർഡറുള്ളൊരു സബ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. 3 ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് 3 ഓർഡറുള്ളൊരു സബ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. എത്ര സബ് ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കുമെന്ന് ഇവിടെ മെഷർ ചെയ്തിട്ടില്ല, പക്ഷേ ഈ ഓർഡറുള്ള സബ് ഗ്രൂപ്പ്സ് എന്തായാലും ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾക്ക് അറിയുന്നൊരു കാര്യം, ഗ്രൂപ്പ് ജി സൈക്ലിക് ആണെങ്കിൽ ഈ ഓരോ ഓർഡറും വരുന്ന സബ് ഗ്രൂപ്പ്സ് എന്തായിരിക്കും, യുണീക്ക് ആയിരിക്കും. ആ സൈക്ലിക്കിൻ്റെ കേസിൽ ഒരൊറ്റ സബ് ഗ്രൂപ്പേ ഉണ്ടായിരിക്കത്തുള്ളൂ ഈ ഓരോ ഓർഡറും വരുന്നത്. സൈക്ലിക് അല്ലെങ്കിൽ നമ്മൾക്ക് പറയാൻ പറ്റില്ല എത്രത്തോളം സബ് ഗ്രൂപ്പ്സ് ഈ ഒരു ഓർഡറിൽ ഉണ്ടായിരിക്കും എന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് റിസൾട്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് പ്രൂഫിലോട്ട് വരാം. The proof is by induction on the order of G. We proceed by induction on the order of G, and if order of G is equal to 1, then the result is true. അല്ലേ, ആകെ 1 വരുന്നുള്ളൂ, 1നെ ഡിവൈഡ് ചെയ്യുന്ന 1 മാത്രമേ ഉള്ളൂ. സോ ആ ഗ്രൂപ്പിന് 1 ഓർഡറുള്ള സബ് ഗ്രൂപ്പ് ഉണ്ടോ, അല്ലേ. നൗ അസ്യൂം ദ റിസൾട്ട് ഈസ്, ആൻഡ് അവിടെ പ്രൈം നമ്പേഴ്സ് പ്രൈമിൻ്റെ പവർ ഡിവൈഡ് ചെയ്യുന്ന പറയുന്നത് എന്താണ്, പി റേസ് ടു 0 മാത്രമേ ഡിവൈഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതവിടെ അങ്ങ് വിട്ടേക്കാം, അതിൽ ഡിസ്കസ് ചെയ്യാൻ തന്നെ ഒന്നുമില്ല. Now assume the result is true for all groups of order less than the order of G. അതായത് ഓർഡർ ഓഫ് ജീനേക്കാൾ ലെസ്സർ ഓർഡർ വരുന്ന എല്ലാ ഗ്രൂപ്പ്സിനും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് അസ്യൂം ചെയ്യുക. അതായത് ഇഫ് ദ ഓർഡർ ഓഫ് ജി ഡാഷ് ഈസ് ലെസ് ദാൻ ദ ഓർഡർ ഓഫ് ജി, ആൻഡ് ഇഫ് പി റേസ് ടു സം കെ divides the order of G dash, then G dash has a subgroup of order P raised to K. അപ്പോൾ ഇതാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇഫ് G has a proper subgroup of H such that P raised to K divides the order of H. എന്താ പറഞ്ഞിരിക്കുന്നത്, ജിക്ക് ഒരു പ്രോപ്പർ സബ് ഗ്രൂപ്പ് H എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. വിത്ത് വിച്ച് കണ്ടീഷൻ, P raised to K divides the order of H. ഓർഡർ ഓഫ് എച്ചിനെ പി റേസ് ടു കെ ഡിവൈഡ് ചെയ്യുന്ന രീതിയിൽ ഒരു പ്രോപ്പർ സബ് ഗ്രൂപ്പ് ജിക്ക് ഉണ്ടെങ്കിൽ എന്താണ്, പ്രോപ്പർ സബ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഓർഡർ ഓഫ് എച്ച് എന്തായിരിക്കും, വിച്ച് ഈസ് ലെസ് ദാൻ ഓർഡർ ഓഫ് ജി ആയിരിക്കും. ആൻഡ് പി റേസ് ടു കെ ഡിവൈഡ്സ് ദ ഓർഡർ ഓഫ് എച്ച് ആയതുകൊണ്ട് നമ്മളുടെ അസംഷൻ പ്രകാരം എച്ചിന് പി റേസ് ടു കെ ഓർഡറുള്ളൊരു സബ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. എച്ചിൻ്റെ സബ് ഗ്രൂപ്പ്സ് എല്ലാം ജിയുടെ സബ് ഗ്രൂപ്പ്സ് ആയതുകൊണ്ട് ജിക്ക് എന്താണ്
പി റേസ് ടു കെ ഓർഡർ വരുന്നൊരു സബ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ദെൻ ബൈ അവർ അസംഷൻ, ഇൻഡക്റ്റീവ് അസംഷൻ, എച്ച് ഹാസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ പി റേസ് ടു കെ ആൻഡ് ഹെൻസ് ജി ഹാസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ പി റേസ് ടു കെ. ഓക്കെ, അപ്പം നമ്മളിനി അസ്യൂം ചെയ്യാൻ പോവാണ് ഒരു കാര്യം. അറ്റ് ലാസ്റ്റ് നമുക്ക് കോൺട്രഡിക്ഷനിലെത്തും. സോ വി ആർ അസ്യൂമിങ് ദാറ്റ് പി റേസ് ടു കെ ഡസ് നോട്ട് ഡിവൈഡ് ദ ഓർഡർ ഓഫ് എനി പ്രോപ്പർ സബ് ഗ്രൂപ്പ് ഓഫ് ജി. എന്താ പറഞ്ഞിരിക്കുന്നത്? പി റേസ് ടു കെ എന്നത് ജിയുടെ ഒരു പ്രോപ്പർ സബ് ഗ്രൂപ്പ്സിൻ്റെയും ഓർഡറിനെ ഡിവൈഡ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഓക്കെ, നൗ consider the class equation which is equal to center of G is equal to the order of center of G. ഇവിടെ എന്താണ് 1 എത്രയും ടൈംസ് നമ്മൾ ആഡ് ചെയ്യുക, എത്ര കാർഡിനാലിറ്റി എന്താണ് സെൻറ്റർ ഓഫ് ജിയുടെ ഓർഡർ വരുന്നത് വെച്ചാൽ ആ അത്രയും ടൈംസ് നമ്മൾ 1 ആഡ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുക. ഓക്കെ, പ്ലസ് the summation of indices of C of A where the sum varies over a representative of each conjugacy class of A. Okay, where for and this is for A not equal to A does not belongs to center of G അല്ലേ. A belongs to center of G ആണെങ്കിൽ അത് ഇവിടെ കൗണ്ട് ചെയ്യുന്നതുകൊണ്ട് A does not belongs to center of G ക്കാണ് നമ്മളിവിടെ സമ്മേഷൻ എടുക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ മെഷർ ചെയ്തു. ഓക്കെ, and we have the index of C of A. The index of C of A is equal to order of G by order of C of A, and order of G is equal to, from this order of G is equal to index of C of A times order of C of A എന്ന് വരും അല്ലേ. ഇനി A does not belongs to center of G എന്നല്ലേ എടുത്തിരിക്കുന്നത്. A does not belongs to center of G ആയതുകൊണ്ട് സെൻട്രലൈസർ ഓഫ് A എന്ന് പറഞ്ഞാൽ ഒരിക്കലും G വരത്തില്ല, വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു G ആയിരിക്കും അല്ലേ. എന്താണ് A belongs to A does not belongs to center of G ആയതുകൊണ്ട് നമുക്ക് എന്താണ് there exists an element G such that GA not equal to AG. അപ്പോൾ ഈ ഒരു G എവിടെ ഉണ്ടായിരിക്കത്തില്ല, which does not belongs to centralizer of A ആയിരിക്കും. സോ അതുകൊണ്ട് നമ്മൾക്ക് എന്താണ് A does not belongs to center of G ആണെങ്കിൽ സെൻട്രലൈസർ ഓഫ് എ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കത്തില്ല, ജിക്ക് ഈക്വൽ ആയിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെൻട്രലൈസർ ഓഫ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും, സെൻട്രലൈസർ ഓഫ് എ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ സെൻട്രലൈസർ ഓഫ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും, വിച്ച് ഈസ് എ പ്രോപ്പർ സബ് ഗ്രൂപ്പ് ഓഫ് ജി ആയിരിക്കും, വിച്ച് ഈസ് എ പ്രോപ്പർ സബ് ഗ്രൂപ്പ് ഓഫ് ജി. അപ്പോൾ നമ്മളുടെ അസംഷൻ പ്രകാരം നമ്മൾക്ക് എന്താണ് പി റേസ് ടു കെ ഡസ് നോട്ട് ഡിവൈഡ് ദ ഓർഡർ ഓഫ് സി ഓഫ് എ ആയിരിക്കും. ദാറ്റ് മീൻസ് പി റേസ് ടു കെ ഡസ് നോട്ട് ഡിവൈഡ്, ഫസ്റ്റ് സത്യം പറഞ്ഞാൽ ഓർഡർ ഓഫ് സി ഓഫ് എ എന്ന് നമ്മൾ എഴുതുന്ന ഈ നൊട്ടേഷൻ കൊടുക്കരുത്. അപ്പോൾ പി റേസ് ടു കെ ഡസ് നോട്ട് ഡിവൈഡ് ദ ഓർഡർ ഓഫ് സി ഓഫ് എ. ഓക്കെ, ബട്ട് ബൈ അവർ അസംഷൻ പി റേസ് ടു കെ ഡിവൈഡ്സ് ദ ഓർഡർ ഓഫ് ജി അല്ലേ. പി റേസ് ടു കെ ഓർഡർ ഓഫ് ജിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ പി റേസ് ടു കെ ഡിവൈഡ്സ് ദ സെൻട്രലൈസർ ഓഫ് സി ഓഫ് എ. കാരണം എന്താണ്, നമുക്ക് ഇവിടെ എഴുതിയിരിക്കുന്നതിൽ നമ്മൾക്ക് ഇതിനെ പി റേസ് ടു കെ ഡിവൈഡ് ചെയ്യുന്നില്ല, പക്ഷേ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഓർഡർ ഓഫ് ജീനെ ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ടും ഓർഡർ ഓഫ് ജിയിൽ ഈ രണ്ട് എലമെൻസിൻ്റെ ഈ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് നമുക്ക് ഓർഡർ ഓഫ് ജീനെ എഴുതാം. അതിൽ ഈ സെക്കൻഡ് നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്നില്ല, പിന്നെ ഏതിനെ ഡിവൈഡ് ചെയ്യുക, ഈ ഒരു ഓർഡറിനെ ഡിവൈഡ് ചെയ്യും. സോ ഫ്രം ദിസ് പി റേസ് ടു കെ ഡിവൈഡ്സ് ദ ഇൻഡെക്സ് ഓഫ് സി ഓഫ് എ എന്ന് കിട്ടും. അപ്പോൾ പി റേസ് ടു കെ ഈ ഒരു ഇൻഡെക്സിനെ ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾക്ക് എന്താണ് പി ഡിവൈഡ്സ് ദിസ് ഇൻഡെക്സ് എന്ന് പറയാൻ പറ്റും. സോ പി ഡിവൈഡ്സ് ദിസ് ഇൻഡെക്സ് ഫോർ ഓൾ എ ഡസ് നോട്ട് ബിലോങ്സ് ടു സെൻറ്റർ ഓഫ് ജി ആയിരിക്കും. ഓക്കെ, സോ ഫോർ ഓൾ എ ഡസ് നോട്ട് ബിലോങ്സ് ടു സെൻറ്റർ ഓഫ് ജി, for all A does not belongs to center of G, P divides this index of this centralizer എന്ന് കിട്ടി. ഓക്കെ, ആൻഡ് നോക്കിക്കേ, നമ്മളിനി ഈ എഴുതിയിരിക്കുന്നതിൽ നോക്കുക, ഇവിടെ പി ഇതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് ആണല്ലോ, ആൻഡ് പി ഈ സമ്മേഷനിൽ ഓരോ ടേമിനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ സമ്മേഷനിൽ ഏത് എ എടുക്കുന്നത്, എ ഡസ് നോട്ട് ബിലോങ്സ് ടു സെൻറ്റർ ഓഫ് ജിക്കാണ് നമ്മളിവിടെ ഇൻഡെക്സ് ഓഫ് സെൻട്രലൈസർ ഓഫ് എ കാൽക്കുലേറ്റ് ചെയ്തിട്ട് സമ്മേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓരോന്നിനെയും പി ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഇതിനെയും പി ഡിവൈഡ് ചെയ്യുന്നുണ്ട് ആണല്ലോ.
ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്ക് എന്ത് കിട്ടും? ദ ഓർഡർ ഓഫ് സെൻറ്റർ ഓഫ് ജി ഈക്വൽ ടു ഓർഡർ ഓഫ് ജി മൈനസ്, ഞാൻ ഈ എഴുതിയിരിക്കുന്ന ലെഫ്റ്റ് സൈഡിലോട്ട് എടുക്കുമ്പോൾ ഓർഡർ ഓഫ് ജി മൈനസ് സമ്മേഷൻ ഓഫ് ഇൻഡിസസ് ഓഫ് സെൻട്രലൈസർ ഓഫ് എ എന്ന് എഴുതാം. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു സെൻറ്റർ ഓഫ് ജി എന്ന്. ഇതിൽ ഓരോന്നിനെയും പി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇൻ ടോട്ടൽ പി ഒരു സബ്ട്രാക്ഷനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഡിഫറൻസിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഫ്രം ദിസ് വി വിൽ ഗെറ്റ് P divides the center of G. P divides the center of G. Okay, so P divides the center of G, and so center of G contains an element of order P. അല്ലേ, P എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ജീനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു റിസൾട്ട് ഉണ്ട്, P ഒരു ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ ഗ്രൂപ്പിൽ P ഓർഡറുള്ള ഒരു എലമെൻറ്റ് എന്തായാലും ഉണ്ടായിരിക്കും. ഇപ്പോൾ സെൻറ്റർ ഓഫ് ജി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് സെൽഫ് ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അതിൻ്റെ ഓർഡറിനെ പി ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് സെൻറ്റർ ഓഫ് ജിയിൽ എന്താണ്? പി ഓർഡറുള്ള ഒരു എലമെൻ്റ് ഉണ്ടായിരിക്കും. സോ സെൻറ്റർ ഓഫ് ജി കണ്ടെയ്ൻസ് എൻ എലമെൻറ്റ് ഓഫ് ഓർഡർ പി ആൻഡ് ലെറ്റ് ഇറ്റ് ബി എക്സ്. ഓക്കെ, എക്സ് ആണ് ആ ഒരു എലമെൻ്റ് എന്ന് സപ്പോസ് ചെയ്യാം. ആ പി ഓർഡർ വരുന്ന സെൻറ്റർ ഓഫ് ജിയിലുള്ള എലമെൻറ്റ് എക്സ് ആണെന്ന് കരുതുക. അപ്പോൾ എക്സ് ബിലോങ്സ് ടു സെൻറ്റർ ഓഫ് ജി ആണ്. ആൻഡ് ദിസ് ഇംപ്ലൈസ് ദാറ്റ് ദിസ് ഈസ് എ നോർമൽ സബ് ഗ്രൂപ്പ്. ദിസ് ഈസ് എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി. ദിസ് ഈസ് എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി. അതെങ്ങനെയാണ്? നമ്മൾക്ക് എല്ലാ കേസിലും നമ്മൾക്ക് പറയാൻ പറ്റത്തില്ല. എച്ച് നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജിയും എച്ച് ഡാഷ് എച്ച് ഡാഷ് ഇതിൽ നിന്ന് തന്നെ നമുക്ക് പറയാം. ഇവിടെ എച്ച് നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി ആണ്. അങ്ങനെയാണെങ്കിൽ എച്ച് ഡാഷിൻ്റെ ഏത് സബ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അതും നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി ആയിരിക്കും അല്ലേ. എച്ച് നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി ആണെങ്കിൽ എച്ച് ഡാഷ് എച്ചിൻ്റെ ഏത് സബ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അതും ജിയുടെ നോർമൽ സബ് ഗ്രൂപ്പ് ആയിരിക്കും. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് കിട്ടും എന്താണ്? ദിസ് ഈസ് എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി എന്ന്. അല്ലാണ്ട് വെരിഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എന്താണ് നോർമൽ സബ് ഗ്രൂപ്പ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? എ സൈക്ലിക് ഈ ഒരു കൊസറ്റ്, ഈ ലെഫ്റ്റ് കൊസറ്റും റൈറ്റ് കൊസറ്റും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം ഫോർ ഓൾ എ ഇൻ ജി ക്ക്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ നിന്നൊരു എലമെൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏത് ഫോമിലാണ്? എ എക്സ് റേസ് ടു ഐ എന്ന് പറയുന്ന ഫോമിലാണ്. അതായത് എ എക്സ് 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 എന്ന് പറയുന്നത് ഐ ടൈംസ് അല്ലേ. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു നമ്മൾക്ക് എക്സ് ബിലോങ്സ് ടു സെൻറ്റർ ഓഫ് ജി ആയതുകൊണ്ട് എ എക്സിനെ എക്സ് എ എന്ന് എഴുതാം. എക്സ് എ പിന്നെ എക്സ് വരത്തില്ലേ? എഗെയിൻ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? എ എക്സ് റേസ് ടു ഐ ഈക്വൽ ടു എക്സ് റേസ് ടു ഐ എ എന്ന് എഴുതാം. സോ ഫോർ ഓൾ എന്താണ്? ഫോർ ഓൾ എക്സ് ഐ ഫോർ എനി പവർ ഓഫ് എക്സ് എ എക്സ് ഐ ഈക്വൽ ടു എക്സ് ഐ എന്ന് കിട്ടി. അതായത് ഫോർ ഓൾ എക്സ് ഐ ബിലോങ്സ് ടു ദ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എക്സ് എ എക്സ് ഐ ഈക്വൽ ടു എക്സ് ഐ എ ആയതുകൊണ്ട്, അതായത് എ എക്സ് റേസ് ടു ഐ എസ് ഈക്വൽ ടു എക്സ് റേസ് ടു ഐ എ ആയതുകൊണ്ട് നമ്മൾക്ക് എന്താണ്? ദീസ് ടു കോസെറ്റ്സ് ഈക്വൽ ആണെന്ന് പറയാം. ആൻഡ് ദിസ് ഇസ് ട്രൂ ഫോർ ഓൾ എ ഇൻ ജി. Therefore, this cyclic group generated by X is a normal subgroup of G. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് പറയാം, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, now consider the factor group G over the cyclic group generated by X. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഓർഡർ എന്തായിരിക്കും? ദിസ് ഇസ് ഈക്വൽ ടു ഓർഡർ ഓഫ് ജി ബൈ ഓർഡർ ഓഫ് എക്സ് ആയിരിക്കും. അതായത് ഓർഡർ ഓഫ് ജി ബൈ പി ആയിരിക്കും. എന്നാൽ ഇവിടെ നമ്മൾക്ക് എന്താണ്? പി റേസ് ടു കെ എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ജീനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾക്ക് എന്ത് പറയാം? പി റേസ് ടു കെ എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ജി ബൈ പി റേസ് ടു കെ മൈനസ് 1 ഓർഡർ ഓഫ് ജി ബൈ പിനെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, വി ഹാവ് പി റേസ് ടു കെ ഡിവൈഡ്സ് ഓർഡർ ഓഫ് ജി. Therefore, p raised to k minus 1 divides the order of g by p. This implies that p raised to k minus 1 divides this index or the order of this factor group. അല്ലേ? കാരണം എന്താണ്? this is equal to നമ്മൾക്ക് order of g by p ആണ്. അതിനെയാണ് p raised to k minus 1 എന്ന് ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്ന് കിട്ടിയത്. ഓക്കെ, സോ നമ്മൾക്ക് എന്താണ്? ആൻഡ് നമ്മൾക്ക് എന്തുണ്ട്? ഈ ഒരു ഫാക്ടർ ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്താണ്? വിച്ച് ഈസ് ലെസ് ദാൻ ഓർഡർ ഓഫ് ജി ആണ്. കാരണം എന്താണ്? ദിസ് ഇസ് ഈക്വൽ ടു ദിസ് വാല്യൂ ഇസ് ഈക്വൽ ടു ഓർഡർ ഓഫ് ജി ബൈ പി ആണ്. ആൻഡ് therefore this is less than the order of this group is less, the factor group is less than, strictly less than the order of g ആണ്.
അപ്പോൾ പി റേസ് ടു കെ മൈനസ് 1 ഓർഡർ ഓഫ് ജി ഓവർ ദ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എക്സ് ആണ്. അത് പി റേസ് ടു കെ മൈനസ് 1 ഡിവൈഡ്സ് ദിസ് ഓർഡർ ആണ്. ആൻഡ് ഈ ഒരു എലമെൻറ്റ്, ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഓർഡർ, ഈ ഫാക്ടർ ഗ്രൂപ്പിൻ്റെ ഓർഡർ സ്ട്രിക്ട്ലി ലെസ് ദാൻ ദ ഓർഡർ ഓഫ് ജി ആണ്. സോ ബൈ അവർ അസംഷൻ the factor group has a subgroup of order p raised to k minus 1 അല്ലേ? നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് പ്രകാരം ഈ ഫാക്ടർ ഗ്രൂപ്പിന് എന്താണ് p raised to k minus 1 ഓർഡർ വരുന്നൊരു സബ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. Hence, by the inductive hypothesis, G over the cyclic group generated by X has a subgroup of order p raised to k minus 1 in the form H over the cyclic group generated by X for some subgroup H of G. And the order of this group, factor group H over cyclic group generated by X is equal to order of H by order of X ആണ്. So order of H is equal to എന്തായിരിക്കും? order of X into order of H by the cyclic group generated by X എന്ന് വരും. and this is equal to P times ഇതിൻ്റെ ഓർഡറാണ്. നമ്മളിത് ചൂസ് ചെയ്തത് എന്തായിരുന്നു? P raised to K minus 1 ഓർഡർ വരുന്ന സബ് ഗ്രൂപ്പ് എന്നായിരുന്നു ചൂസ് ചെയ്തത് അല്ലേ? അപ്പോൾ P raised to K minus 1 പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്ത് കിട്ടി? P raised to K കിട്ടി. thus we have produced a subgroup of order P raised to K which is okay, P raised to K ഓർഡർ വരുന്നൊരു സബ് ഗ്രൂപ്പ് എച്ച് ജിക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് കിട്ടി. പക്ഷേ നമ്മൾ എന്ത് അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു? ജിക്ക് എന്താണ് ഒരു പ്രോപ്പർ സബ്, അതായത് P raised to K ജിയുടെ ഒരു പ്രോപ്പർ സബ് ഗ്രൂപ്പിൻ്റെയും ഓർഡറിനെ ഡിവൈഡ് ചെയ്യത്തില്ല എന്ന് അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾക്ക് എന്താണ് ഇവിടെ ഒരു പ്രോപ്പർ സബ് ഗ്രൂപ്പ് എച്ച് കിട്ടി വിത്ത് ദ കണ്ടീഷൻ P raised to K ഡിവൈഡ്സ് ദ ഓർഡർ ഓഫ് എച്ച് എന്ന് അല്ലേ? കാരണം എന്താണ്? P raised to K തന്നെയാണ് ഈ എച്ചിൻ്റെ ഓർഡറായിട്ട് വരുന്നത്. സോ നമ്മൾക്ക് എന്താണ്? നമ്മളുടെ അസംഷൻ തെറ്റാണ്. അതുകൊണ്ട് നമ്മൾക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ഇഫ് P raised to K ഡിവൈഡ്സ് ദ ഓർഡർ ഓഫ് G then G has a subgroup of order P raised to K and hence the proof. ഓക്കെ, ഇപ്പോൾ നമ്മൾക്ക് ഏത് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും ആ ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഒരു പ്രൈം പവർ P raised to K ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ P raised to K ഓർഡർ വരുന്നൊരു സബ് ഗ്രൂപ്പ് എന്തായാലും ആ ഗ്രൂപ്പിലുണ്ടായിരിക്കും. ഓക്കെ, എത്ര സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നില്ല, എന്തായാലും ഒരു സബ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഇനി ഇതിൽ നിന്ന് ഞാനൊരു ഗ്രൂപ്പ്, ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സബ് ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. ഇത് നമ്മൾ കണ്ടു. ഇപ്പോൾ ഞാൻ 24 ഓർഡറുള്ള ഗ്രൂപ്പ് എടുത്തു എന്ന് കരുതുക. അപ്പോൾ 24 എന്ന് പറയുന്നത് 2 ക്യൂബ് ഇൻറ്റു 3 ആണ്. അപ്പോൾ ഈ ഗ്രൂപ്പിന് 2 ഓർഡറുള്ള സബ് ഗ്രൂപ്പ് വരുന്നുണ്ട്, 2 സ്ക്വയർ ഓർഡറുള്ള സബ് ഗ്രൂപ്പ് വരുന്നുണ്ട്, 2 ക്യൂബ് ഓർഡറുള്ള സബ് ഗ്രൂപ്പ് വരുന്നുണ്ട്, 3 ഓർഡറുള്ള സബ് ഗ്രൂപ്പും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നോക്കിക്കേ, 2ൻ്റെ പവേഴ്സിൽ ഏറ്റവും ലാർജസ്റ്റ് പവർ ഓർഡർ വരുന്ന ഏതിലാണ്? 2 ക്യൂബിലാണ്. ഇതുപോലെ ഇപ്പം നമ്മൾക്കൊരു ഗ്രൂപ്പ് G എടുത്തു. ഓക്കെ, ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ P raised to K ഡിവൈഡ് ചെയ്യുന്നുണ്ട്, എന്നാൽ P raised to K plus 1 ഡിവൈഡ് ചെയ്യുന്നില്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എന്താണ്? P raised to K ഓർഡറുള്ളൊരു സബ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, എന്നാൽ P raised to K plus 1 ഓർഡറുള്ളൊരു സബ് ഗ്രൂപ്പ് എന്തായാലും എക്സിസ്റ്റ് ചെയ്യത്തില്ല ഈ ഒരു ഗ്രൂപ്പിന്. അപ്പോൾ ഈ P raised to K ഓർഡർ വരുന്ന സബ് ഗ്രൂപ്പിനെയാണ് നമ്മൾ സൈലോ P സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സൈലോ 2 സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്തായിരിക്കും? 2 ക്യൂബ് ആയിരിക്കും. ഇതുപോലെ സൈലോ 3 സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്തായിരിക്കും? 3 ആയിരിക്കും. ഇപ്പോൾ 12 ഓർഡറുള്ളൊരു ഗ്രൂപ്പ് ഞാൻ എടുക്കുകയാണെങ്കിൽ 12 എന്താണ്? 2 സ്ക്വയർ ഇൻറ്റു 3 ആണ്. അപ്പോൾ ഈ കേസിൽ സൈലോ 2 സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്താ വരുന്നത്? 2 സ്ക്വയറാണ് വരുന്നത്. സൈലോ 3 സബ് ഗ്രൂപ്പിൻ്റെ ഓർഡറോ 3 ആണ് വരുന്നത്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഡെഫിനിഷൻ നോക്കാം. ലെറ്റ് G be a finite group and let P be a prime if P raised to K divides the order of G and P raised to K plus 1 does not divide the order of G, then any subgroup of order P raised to K is called a silo P subgroup of G. എത്ര സൈലോ P subgroup ഉണ്ടായിരിക്കുമെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. ആ P raised to K ഓർഡർ വരുന്ന ആ സബ് ഗ്രൂപ്പിനെയാണ് സൈലോ P സബ് ഗ്രൂപ്പ് എന്ന്
പറയുന്നത്. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 48 ഒക്കെ ഇതിൻ്റെ സിമിലറായിട്ട് വരത്തല്ലേ. അപ്പോൾ ഞാനൊരു പെട്ടെന്നൊരു നമ്പർ പറയാൻ പറയുന്നത് പെട്ടെന്ന് വായിൽ വരുന്നില്ല. ഫോർ എക്സാമ്പിൾ 56 കൺസിഡർ ചെയ്യുക. 56 is equal to 8 into 7 ആണ്. ഇപ്പോൾ 8 into 7 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് 2 cube into 7 എന്ന് വരും. അപ്പോൾ ഇവിടെ വരുന്ന സൈലോ 2 സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്താ വരിക നോക്കിക്കേ. സൈലോ 2 സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ ഈ ഗ്രൂപ്പ് 56നെ 2 ക്യൂബ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, എന്നാൽ 2⁴ ഡിവൈഡ് ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ നമ്മൾക്ക് എന്താണ് ഇവിടെ സൈലോ 2 സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്താണ് 2 ക്യൂബ്. സൈലോ 7 സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്താണ് 7 ആ വരുന്നത് അല്ലേ. 7 ഡിവൈഡ് ചെയ്യുന്നുണ്ട് 56നെ, എന്നാൽ 7² ഡിവൈഡ് ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ 54 എടുത്തു എന്ന് കരുതുക. 54 എന്ന് പറയുന്നത് 9 into 6, അതായത് 3 ക്യൂബ് into 2 എന്ന് വരും ആണല്ലോ. അപ്പോൾ ഇവിടെ സൈലോ 3 സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്താണ് 3 ക്യൂബ്. സൈലോ 2 സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്താണ് 2. ഓക്കെ, അപ്പോൾ ഇതാണ് സൈലോ പി സബ് ഗ്രൂപ്പ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ഈ സൈലോ പി ഈ ഫസ്റ്റ് സൈലോസ് ഫസ്റ്റ് തിയറം വെച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് റിസൾട്ട് പ്രൂവ് ചെയ്യാണ്. ആൻഡ് ആ ഒരു റിസൾട്ട് ഫസ്റ്റ് പ്രൂവ് ചെയ്തത് കോഷി ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ കോഷീസ് തിയറം എന്ന് നെയിം ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് സൈലോ തിയറം വെച്ചിട്ട് നമ്മൾക്കിത് പ്രൂവ് ചെയ്യാവുന്നതാണ്. സോ നമ്മൾക്ക് നോക്കാം. ലെറ്റ് G be a finite group and let P be a prime that divides the order of G, then G has an element of order P. എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഒരു പ്രൈം നമ്പർ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ ഗ്രൂപ്പിൽ പി ഓർഡറുള്ള ഒരു എലമെൻറ്റ് എന്തായാലും എക്സിസ്റ്റ് ചെയ്യുമെന്നാണ് സ്റ്റേറ്റ്മെൻറ്റ്. ഇത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു റിസൾട്ടിന് കോഷീസ് തിയറം എന്ന നെയിമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സൈലോസ് ഫസ്റ്റ് തിയറം വെച്ചിട്ട് പ്രൂവ് ചെയ്യാം. അപ്പോൾ ബൈ യൂസിങ് സൈലോസ് ഫസ്റ്റ് തിയറം, if P divides the order of G, then G has a subgroup H of order P ആണ് അല്ലേ. നമുക്കറിയാം P⁴k ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ P⁴k ഓർഡർ വരുന്നൊരു സബ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും എന്നല്ലേ റിസൾട്ട് പറയുന്നത്. സോ ഇവിടെ P ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് P ഓർഡർ വരുന്നൊരു സബ് ഗ്രൂപ്പ് H ഗ്രൂപ്പ് Gക്ക് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഓർഡർ ഓഫ് G H എന്ന് പറയുന്നത് P ആയതുകൊണ്ട് നമ്മൾക്കറിയാം P ഓർഡർ വരുന്ന എല്ലാ ഗ്രൂപ്പ്സും സൈക്ലിക് ആണ്. പ്രൈം ഓർഡർ വരുന്ന എല്ലാ ഗ്രൂപ്പ്സും സൈക്ലിക് ആണ്. സോ H എന്തായി തീർന്നു, സൈക്ലിക് ആണ്. സോ ദർ എക്സിസ്റ്റ് എൻ എലമെൻറ്റ് A in H സച്ച് ദാറ്റ് H is equal to the cyclic group generated by A. ഒരു ഗ്രൂപ്പ് സൈക്ലിക് ആണെങ്കിൽ എന്താ അതിനർത്ഥം, അതിലുള്ളൊരു എലമെൻറ്റ് ആ ഗ്രൂപ്പിനെ ജനറേറ്റ് ചെയ്യുന്നു എന്നല്ലേ. അപ്പോൾ ഇങ്ങനൊരു A എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ഈ A ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ ഓഫ് A എന്തായിരിക്കും, ദിസ് ഇസ് ഈക്വൽ ടു ദ ഓർഡർ ഓഫ് ദ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ A ആയിരിക്കും. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു ഓർഡർ ഓഫ് H ആണ്. ഓർഡർ ഓഫ് H എന്താണ്, P ആണ്. സോ നമുക്ക് എന്ത് കിട്ടി, G ഹാസ് എൻ എലമെൻറ്റ് ഓഫ് ഓർഡർ P എന്ന് കിട്ടി. ദിസ് ഇസ് ദ കോഷീസ് തിയറം ആൻഡ് ഇറ്റ് ഈസ് പ്രൂവ്ഡ് ആസ് ദ കൊറോളറി ഓഫ് സൈലോസ് ഫസ്റ്റ് തിയറം. ഞാൻ ഈ സൈലോസ് ഫസ്റ്റ് തിയറം എന്നും ഫസ്റ്റ് സൈലോസ് തിയറം എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും, നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ സൈലോസ് നെക്സ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് എല്ലാം പ്രൂവ് ചെയ്യുന്നതാണ്.